മരട് നഗരസഭയിൽ 23-ാം ഡിവിഷനിലെ നിനവ് റെസിഡൻസ് അസോസിയേഷൻ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിനവ് പ്രസിഡന്റ് PM അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ സ്വകാര്യ ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സൗജന്യ രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു. നേത്ര പരിശോധനയിൽ പങ്കെടുത്ത നിർധനരായ 20 പേർക്ക് ഫോക്കസ് ഒപ്റ്റിക്കൽ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ AK അഫ്സൽ, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ആന്റണി മാസ്റ്റർ, നിനവ് സെക്രട്ടറി ഷിഹാബ് കല്ലിങ്കപ്പറമ്പ്, നിനവ് ട്രഷറർ VP ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബാണെങ്കിലും ഇതുപോലെ അസോസിയേഷനുകളാണെങ്കിലും നിരവധി ക്യാമ്പുകൾ അതുപോലെ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത് ആളുകൾ അത് നമുക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം. നിനവ് റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ അതിൻ്റെ വാർഷിക പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ലേക്ക് ഷോറുമായിട്ട് സഹകരിച്ച് നമുക്ക് നടത്തിയാൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ അതിന് ഡിസ്കഷൻ നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രജിസ്ട്രേഷൻ, അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പിന്നെ നമ്മുടെ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഫെഡറൽ ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്യുക, അങ്ങനെ വ്യത്യസ്ത പരിപാടികൾ. അത് ഒരു വാർഷികം നടത്തുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്തി നമ്മളൊരുപാട് പൈസ ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് തന്നെ നടത്താനാണ് നമ്മൾ ഈ നിലവിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ കമ്മിറ്റി തീരുമാനിച്ചത്. ലേക്ക് ഷോറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടേഴ്സ്, ഒഫ്താൽമോളജി, ഗൈനക്കോളജി, കാർഡിയോളജി, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കൗണ്ടറുണ്ട് നമുക്ക്, പിന്നെ നമ്മുടെ കണ്ണട നമുക്ക് സൗജന്യമായിട്ട് നമ്മളെ കുറേ അംഗങ്ങൾക്ക് കൊടുക്കാമെന്നേറ്റിട്ടുള്ള ഫോക്കസ് ഒപ്റ്റിക്കൽസ് അവരും ഒക്കെ വഴി സഹകരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ, എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം. പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രധാനമന്ത്രിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരാൻ കഴിയാത്തവർക്ക് വീട്ടിൽ പോയിട്ട് ആ രജിസ്ട്രേഷൻ തയ്യാറാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് അസോസിയേഷൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ വരുന്ന ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ അനധികൃതമായി പാർക്കിംഗ് ചെയ്യുന്ന പോലെ നിരവധി അപകടങ്ങളും യാത്രാ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരായിട്ട് നമ്മൾ പലർക്കും പരാതി കൊടുത്തിട്ടും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി നമ്മുടെ മുനിസിപ്പൽ ചെയർമാന് ഇന്ന് കൈമാറുന്നുണ്ട്.